ഇന്നലെ രാത്രി തന്നെ ഞാൻ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് ചായക്ക് കടിയായിട്ട് ദോശയും സാമ്പാറും ആക്കാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ എൻ്റെ മറവി എല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ഇന്നലെ തന്നെ അരിയും അതുപോലെ തന്നെ ഉഴുന്നും ഇടാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കടയിൽ നിന്നാട്ടോ ദോശപ്പൊടി വാങ്ങിച്ചത് ദോശ ചുട്ടത്. കാരണം കടയിൽ നിന്ന് ചില പൊടികൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് അരച്ച് തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത്. പിന്നെ വെയിൽ കണ്ടപ്പോൾ ഞാൻ വേഗം പോയി അലക്കിയതൊക്കെ വിരിച്ചിടുന്നുണ്ട്. വെയിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം കേട്ടോ. കാരണം ഉള്ളിൽ തന്നെയാണ് തുണികളൊക്കെ വിരിച്ചിട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വേഗം തന്നെ വിരിച്ചിട്ടിട്ട് മുറ്റമൊക്കെ അടിച്ചിടുന്നുണ്ട്. പിന്നെ കുറച്ച് പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നു. മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ടാട്ടോ എനിക്ക് ഏറ്റവും വലുത്. പിന്നെ അരിക്കുള്ള വെള്ളം ഞാൻ വെച്ചിട്ട് നേരെ ചെന്ന് കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകിയിട്ട് ഞാൻ നേരെ ചെന്ന് തുടച്ചാണ് ചെയ്തത്. ഇനി എനിക്ക് കുളിക്കാനും വേണം. അതുകൊണ്ട് ഞാൻ അടിച്ചു വാരി തുടക്കാമെന്ന് വിചാരിച്ചു. ഹാളാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് അടിച്ച് വരുമ്പോഴത്തേക്കും മറ്റേ സ്ഥലത്ത് നിന്ന് അതിനൂസ് ഇങ്ങനെ അലമ്പൊപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് ആ വേഗം തന്നെ തുടച്ചൊക്കെ ഇട്ടിട്ട് ഞാൻ പോയി കുളിച്ചിട്ടോ. അപ്പോഴത്തേക്കും ചോറ് വന്നിട്ടുണ്ടായിരുന്നു. റൈസ് കുക്കറിലോട്ട് ചോറ് മാറ്റിയിട്ട് ഞാൻ പോയിട്ട് പപ്പടമൊക്കെ കാച്ചാന്ന് വിചാരിച്ചു. കാരണം ഉച്ചക്കത്തേക്ക് ചോറ് കഴിക്കാൻ നിർത്തി പിന്നെ വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ പപ്പടമൊക്കെ കാച്ചിയിട്ട് ഞാനൊരു ദോശ ചെയ്ത് കഴിക്കാം കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു.